എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 12 മണിയോടുകൂടി ചാലക്കുടി താലൂക്ക് ഓഫീസിൻ്റെ മുൻവശത്ത് UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫിൻ്റെ നേതൃത്വത്തിൽ ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു, UDFൻ്റെ നഗരസഭാ പാർലമെൻ്ററി പാർട്ടി ലീഡറും മുൻ നഗരസഭാ ചെയർമാനും കൗൺസിലറുമായിട്ടുള്ള ഷിബു ആലപ്പൻ, ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ, മുൻ നഗരസഭാ ചെയർമാൻ എബി ജോർജ് എന്നിവരുടെ നേതൃത്വത്തിൽ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടുന്ന ഒരു പ്രതിഷേധം അത് താലൂക്ക് ഓഫീസിൻ്റെ മുന്നിൽ നടന്നു. പ്രധാനമായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും LDF സർക്കാരിനെതിരെയും അതുപോലെ തന്നെ ചാലക്കുടിയിലെ മുൻ MLAയ്ക്കും എതിരായിട്ട് രൂക്ഷമായ വിമർശനങ്ങൾ നടത്തിയിട്ടാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് പരാതിയുമായി LDFൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി KS അശോകൻ പരാതി നൽകിയിരിക്കുകയാണ് ജില്ലാ കളക്ടർക്ക്. ഈ പരാതിയിൽ പറയുന്നത് പ്രധാനമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് ചാലക്കുടി മണ്ഡലം UDF സ്ഥാനാർത്ഥി ശ്രീ സനീഷ് കുമാർ ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് സംഘം ചേർന്ന് ചാലക്കുടി താലൂക്ക് ഓഫീസിന് മുമ്പിൽ കൂട്ടം കൂടുകയും ധർണാ സമരം സംഘടിപ്പിക്കുകയും ചെയ്തു. സർക്കാരിനെതിരെ എന്ന പേരിലാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ പ്രസംഗിക്കുകയും മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു. ഇത് ചട്ടവിരുദ്ധമായൊരു നടപടിയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയം ഇന്നലെ 7/4/2026 വൈകിട്ട് 6 മണിക്ക് അവസാനിച്ചിട്ടുള്ളതാണ്. ഈ സമയത്തിന് ശേഷം സർക്കാർ ഓഫീസിന് മുന്നിൽ ഇത്തരത്തിലുള്ള ധർണാ സമരം സംഘടിപ്പിച്ചത് തെറ്റായതും നിയമവിരുദ്ധവും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവുമാണ്. ആകയാൽ പ്രസ്തുത UDF സ്ഥാനാർത്ഥിക്കെതിരായി നിയമാനുസൃത നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് KS അശോകൻ, സെക്രട്ടറി, LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചാലക്കുടി മണ്ഡലം. ഇതാണ് LDF നൽകിയിട്ടുള്ള പരാതിയുടെ ഉള്ളടക്കം. പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് ഈ വിഷയം കൃത്യമായിട്ട് അന്വേഷിക്കുകയാണ്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് എടുക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതായത് UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫ്, അതുപോലെ തന്നെ മറ്റ് അതിൽ പങ്കെടുത്ത അതിന് നേതൃത്വം നൽകിയ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് കേസ് എടുക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം എന്നുള്ള രീതിയിലായിരിക്കും മിക്കവാറും കേസെടുക്കാൻ സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി 6 മണിയോട് കൂടിയിട്ട് പരസ്യപ്രചരണം അവസാനിച്ചിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പ്രതിഷേധ സമരമുണ്ടാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് LDF ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഈ ചാലക്കുടിയിൽ നടന്ന ഈ പ്രളയവുമായി ബന്ധപ്പെട്ട്, ചാലക്കുടിയിലെ പ്രളയം ഒരു ഭീകരമായിട്ടുള്ളൊരു പ്രളയമായിരുന്നു. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി കൃഷ്ണൻകുട്ടിയുടേതെന്ന് പറയപ്പെടുന്ന ഒരു മെസ്സേജ് പ്രചരിക്കുന്നുണ്ട്, ഒരു വോയിസ് മെസ്സേജ്. ഞാൻ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം എന്തുകൊണ്ട് നിയമസഭയിൽ UDFൻ്റെ നേതൃത്വം ഉന്നയിച്ചില്ല? ഈ മാത്യു കുഴൽനാടൻ പോലുള്ള MLAമാർ ഈ വിഷയം എന്തുകൊണ്ട് ഉന്നയിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഒരു ഇലക്ഷൻ വിഷയമായിട്ട് ഉന്നയിക്കാൻ വേണ്ടി ഇത് കാത്തിരിക്കുകയായിരുന്നോ? എന്തായിരുന്നാലും ഇന്ന് UDFൻ്റെ നേതൃത്വത്തിൽ, UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ സമരത്തിനെതിരെ LDF രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് പെരുമാറ്റ ചട്ട ലംഘനമാണ്. അതുകൊണ്ട് തന്നെ പരാതി നൽകിയിരിക്കുകയാണ് ജില്ലാ കളക്ടർക്ക്. നന്ദി, നമസ്കാരം.